ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പല രീതിയിലുള്ള ഉണ്ണിയപ്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ട്രഡീഷണൽ റെസിപ്പി തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. പക്ഷേ നമ്മൾ വേറെ 1-2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് പൂജ ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ റെസിപ്പികൾ ചെയ്ത് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് പൂജ ഹോളിഡേയ്സിന് നേരത്തെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തമായ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഉണക്കലരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണക്കലരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പായസം വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ, പാൽ പായസം അല്ലെങ്കിൽ അരിപ്പായസം വെക്കാൻ എടുക്കുന്ന അരി, ആ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. അതിലേക്കായിട്ട് 400 ഗ്രാം ശർക്കര എടുക്കുക. നല്ല മധുരമുള്ള ഉണ്ണിയപ്പാണെങ്കിൽ 400 ഗ്രാം ശർക്കര എടുക്കുക. നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 350 ഗ്രാം ശർക്കര എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് മലരി ഉണ്ടല്ലോ, മലരി പൊടിച്ചെടുത്തതാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, മലരാണ് നമ്മൾ ചേർക്കുന്നത്. 1/4 കപ്പ് മലരി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിയില്ല മലര്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കിയിട്ടാണ് നല്ല പൊടിക്കുന്നത്. ചൂടാക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയും. നമ്മൾ ചൂടാക്കാതെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ചെറിയ തരിതരികളുണ്ടാവും, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. പിന്നെ 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. പാളയംകോടൻ പഴം തന്നെ എടുക്കുക, അല്ലെങ്കിൽ ചിങ്ങമ്പഴം എടുത്താലും കുഴപ്പമില്ല. ചിങ്ങമ്പഴം എടുക്കുമ്പോൾ പാളയംകോടൻ പഴത്തിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചിങ്ങമ്പഴമാണ് കിട്ടുന്നതെങ്കിൽ 1.5 ചിങ്ങമ്പഴം എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 8 ഏലയ്ക്ക, 1.5 ടീസ്പൂൺ എള്ള്, പിന്നെ തേങ്ങക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റാണ്, എത്രത്തോളം തേങ്ങക്കൊത്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് 400 ഗ്രാം ശർക്കരയാണെങ്കിൽ 1.25 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം. 350 ഗ്രാം ശർക്കരയാണെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. ഞാൻ അരി പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറാണിത്. ഇതേ ജാറിലേക്ക് ഞാൻ ഈ പാളയംകോടൻ പഴം ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ പഴം അരച്ചെടുക്കുകയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. കൈകൊണ്ട് ഉടച്ചെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുക. പഴം ഒരു 2-3 പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്ത പഴമായിരിക്കണം നമ്മൾ എപ്പോഴും ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങളിതുപോലെ മലരി ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മലരി ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം പൊങ്ങാൻ വേണ്ടി വെക്കരുത്. പൊങ്ങാൻ വേണ്ടി വയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ കൂടുതൽ പൊങ്ങാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിങ്ങൻപഴമാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പഴുത്ത് തൊലി കറുത്തു തുടങ്ങിയ ചിങ്ങൻപഴം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ കൂടെ നമ്മളിനി ഒരു കാര്യവും കൂടി ചേർത്തിട്ടാണ് പഴം അരച്ചെടുക്കുന്നത് മിക്സിയിൽ. എന്താണെന്ന് വെച്ചാൽ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏലക്കയും കൂടി പഴത്തിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കണം. അപ്പോൾ ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട, പഴവും ഏലക്കയും മാത്രം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴവും ഏലക്കയും ചേർത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ശർക്കരപ്പാനിയോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി കുറച്ച് വലിയ പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അരിപ്പൊടി നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരി പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മലരി പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യിൽ നമ്മുടെ തേങ്ങക്കൊത്ത് വറുക്കാൻ വേണ്ടി മാത്രം സമയം എടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മലര് ചേർക്കുന്ന ഉണ്ണിയപ്പത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് അധിക സമയം വെക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് നമ്മുടെ ശർക്കരപ്പാനിയും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നെയ്യിൽ തേങ്ങക്കൊത്ത് വറുക്കാനുള്ള സമയം മാത്രം, ബാക്കിയുള്ള ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നെയ്യിൽ തേങ്ങക്കൊത്ത് വറുക്കാനുള്ള സമയം മാത്രം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം ചേർത്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം.
മുഴുവനും ശർക്കരപ്പാനി ഒരുമിച്ച് ഒഴിക്കേണ്ട, 3/4 ഭാഗം ഒഴിച്ച് റെഡിയാക്കി മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ്നെസ് വേണം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം കേട്ടോ. ഞാൻ മൈദപ്പൊടി ചേർക്കുന്നില്ല, മൈദപ്പൊടി ചേർത്തിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇത് ഓവർനൈറ്റ് സോഫ്റ്റ് ആവാൻ വയ്ക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. കട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ കറക്കുന്നില്ല, ഇതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം മധുരം അനുസരിച്ച്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ നെയ്യിൽ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അത് കണ്ടോ, ഇതിപ്പോൾ കുറുകി വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മുടെ മലരൊക്കെ ആ ശർക്കരപ്പാനി അബ്സോർബ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണ് ആദ്യമേ കൂടുതൽ ശർക്കരപ്പാനി ചേർക്കാന്ന് പറയുന്നത്. ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ തിക്കായി വരും. ആദ്യമേ നമ്മൾ ചേർക്കുമ്പോൾ കുറേ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ചെറിയ അളവിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ചെറിയ അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒഴിച്ചതിനേക്കാൾ കുറച്ചുകൂടി കുറുകി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. കട്ടയുള്ളതൊക്കെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്യിൽ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ചേർക്കണമെങ്കിൽ കൂടുതൽ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. തേങ്ങക്കൊത്ത് മുറിക്കുമ്പോൾ തീരെ കനം കുറച്ച് മുറിക്കുക, ഒരുപാട് തിക്കായിട്ട് മുറിക്കരുത്. ഇനി തേങ്ങക്കൊത്തൊന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ, ഒരുപാട് കളർ ചേഞ്ച് ആയി പോകരുത്, ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ണിയപ്പത്തിൽ തേങ്ങക്കൊത്തിൻ്റെ കളറൊക്കെ എത്രയാണ് വരേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങക്കൊത്ത് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉണ്ണിയപ്പം തന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ മലരി മാറ്റിയിട്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ ഈക്വലായിട്ട് എത്രത്തോളം നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നോ അതേ ക്വാണ്ടിറ്റി തന്നെ മൈദപ്പൊടി എടുത്തിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കാം. അതാണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ അതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. മലരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, മലരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മലരി ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ഉണക്കലരി ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി പഴം ചേർത്തുള്ള മിക്സ്, നമ്മുടെ പഴത്തിൻ്റെ ഏലക്കയുടെ മിക്സ് നമ്മൾ നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്തിട്ടില്ല. പഴത്തിൻ്റെ ഏലക്കയുടെ മിക്സും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങക്കൊത്തും നെയ്യും എല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവ് ദാ ഇതിവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഴവും ഏലക്കയും ചേർന്ന മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ശർക്കരപ്പാനിയുടെ ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാതിരുന്നത്. അല്ലെങ്കിൽ ആദ്യമേ ചേർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ശർക്കരപ്പാനിയുടെ ചൂടൊന്ന് മാറിയിട്ട് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ശർക്കരപ്പാനിയുടെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയുടെ അളവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങക്കൊത്തും അതുപോലെ തന്നെ എള്ളും ചേർത്ത് കൊടുക്കുക. എള്ള് ഞാൻ നെയ്യിൽ വറുക്കാറില്ല കേട്ടോ. എള്ള് ഞാൻ ഡയറക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഉണ്ണിയപ്പത്തിന് മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യും, കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കൈകൊണ്ട് പഴത്തിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾ വീട്ടിൽ മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടാക്കിയെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. നെയ്യിലും ഉണ്ടാക്കാം ഈ ഒരു ഉണ്ണിയപ്പം, വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും നെയ്യും ഈക്വലായിട്ട് എടുത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് എണ്ണ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച്
ഉണ്ണിയപ്പം ചുട്ടു. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പം ചട്ടി ആയതുകൊണ്ട് വേഗം തന്നെ ഉണ്ണിയപ്പം പൊങ്ങി മറിഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നല്ലത് നമ്മുടെ ഓടിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു സ്റ്റൗവിൽ ഓടിൻ്റെ ഉണ്ണിയപ്പം ചട്ടി ഇരിക്കില്ല, ചരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഓടിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ കിട്ടില്ല. നമുക്ക് ഓടിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിലാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുഴി നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാൻ. ഇതിപ്പോൾ ചെറിയ അളവിൽ കുറച്ചായിട്ടേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയ ഉണ്ണിയപ്പമായിരിക്കും, മറ്റേതാകുമ്പോൾ വലിയ ഉണ്ണിയപ്പമായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ കണ്ടോ ഉണ്ണിയപ്പം പൊട്ടി തുടങ്ങി. നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ മലരി ചേർത്തിട്ട് തന്നെ ഉണ്ണിയപ്പം പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയ ബർണറിൽ വെക്കുക, വലിയ ബർണറിൽ വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻസൈഡ് കുക്കാവില്ല. ചെറിയ ബർണറിൽ വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് തിരിച്ചിടട്ടെ. പൊട്ടി തുടങ്ങുന്നുണ്ട്. പൊട്ടുന്നത് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പായി വരുമ്പോൾ എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കോരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേഗം തന്നെ ആയി കിട്ടും. ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചെയ്യണം എന്നില്ല. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയിലും ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതുപോലെ മലരി ചേർത്തിട്ടും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയും ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഇത്രയും ആയി എന്ന് വെച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല. ഉണ്ണിയപ്പത്തിലേക്ക് ഇനി 1-2 കാര്യങ്ങളും കൂടി ചേർത്താലാണ് ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആവുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം, നല്ലൊരു മധുരമുള്ള നല്ല ടേസ്റ്റോടു കൂടി ഉണ്ണിയപ്പം നമുക്ക് കിട്ടുക. ഈ ഒരു ഉണ്ണിയപ്പം ചട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സൈഡ് ഒന്നുകൂടി ഞാൻ തിരിച്ചിടും. ഇപ്പോൾ കറക്റ്റ് കുക്കായിട്ടില്ല ഈ ഒരു സൈഡ്. ഞാൻ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി വേഗം തിരിച്ചിട്ടതാണ്. അപ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് 2 സൈഡ് ഒരുപോലെ കുക്കായി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഈ സൈഡൊന്ന് കുക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പങ്ങളൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റാണ് ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരാറില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഉണ്ണിയപ്പത്തിലേക്ക് പഞ്ചസാരയുടെ ആ ഒരു കോട്ടിങ് പിടിച്ചു വരണം. അതിനാണ് നമ്മൾ ചൂടോടുകൂടി ഇതുപോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ചൂടോടുകൂടി ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ണിയപ്പത്തിലേക്ക് നന്നായിട്ട് പഞ്ചസാര പിടിച്ചു വരും. ഞാനിതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ കുഴിവുള്ള പാത്രത്തിലിട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര പിടിക്കും. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം സെർവ് ചെയ്യാം. ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യുക. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ ആ ഹാർഡ്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ഇത് ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. ഞാനിത് നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നിർത്തിയിട്ട് പറയുന്നത്. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നമുക്ക് പൂജ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ എന്തായാലും സ്നാക്സൊക്കെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ
സൂക്ഷിച്ച് വെക്കാവുന്ന സ്നാക്സ് ഒക്കെ റെഡിയാക്കി വെക്കൂ. ഇത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ, 2-3 ദിവസത്തേക്കേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം ചേർത്തുണ്ടാക്കുമ്പോൾ 2-3 ദിവസത്തിൽ കൂടുതൽ ഉണ്ണിയപ്പം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പഴം ചേർക്കാതെ മലരിൻ്റെ അളവ് കൂട്ടിയിട്ട് ഉണ്ടാക്കുക, അപ്പോൾ കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാം. പഴം ചേർക്കാതെ മലര് മാത്രം ചേർത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. മലരിൻ്റെ അളവ് കൂടുതൽ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.